ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലെ 13ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്നാണ് ടോപ്പിക്കിന്റെ പേര്. നമ്മൾ കഴിഞ്ഞ ദിവസം സൈൻ, കോസ്, ടാൻ ഇതൊക്കെ എന്താണെന്ന് പഠിച്ചിരുന്നു. അത് ഉപയോഗിച്ച് പ്രോബ്ലംസും ചെയ്തിരുന്നു. ഇനി ഇത് ഉപയോഗിച്ചുള്ള പ്രായോഗിക പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ഒരു പൊക്കമുള്ള ഒരു മരം ഇവിടെ നിൽപ്പുണ്ട്, തെങ്ങോടെ നിൽപ്പുണ്ട്. ഈ തെങ്ങിന്റെ കുറച്ച് അകലെ മാറി ഒരാൾ നിൽക്കുന്നു. ഈ ആൾക്ക് ഈ തെങ്ങിന്റെ ഉയരം ഒന്ന് കണ്ടുപിടിക്കണം. ഇയാള് നേരെ നോക്കി അയാളുടെ ലെവലിൽ, അതായത് ഈ കണ്ണിന്റെ ലെവലില് നേരെ നോക്കിക്കഴിഞ്ഞാൽ, തലചരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഇയാളുടെ അതേ ഹൈറ്റിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും, അല്ലെ? അതായത് ഇയാൾ തലചരിക്കാതെ നേരെ നോക്കുകയാണെങ്കിൽ കണ്ണിന്റെ അതേ, അതായത് ആളുടെ ഹൈറ്റിന്റെ അതേ ലെവലിലുള്ള ഈ ഗ്രൗണ്ടിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആളുടെ പൊക്കം എത്രയാണോ അത്രയും ഹൈറ്റ് ആയിരിക്കും ഇത്. ഇതിന് നമ്മൾ പറയുന്നത് സ്ട്രെയിറ്റ് വ്യൂ എന്നാണ്. എന്താ പറയുക? സ്ട്രെയിറ്റ് വ്യൂ. ഈ നേരെ നോക്കുമ്പോൾ, അതായത് നമ്മൾ തല തിരിക്കാതെ നേരെ നോക്കുമ്പോൾ കാണുന്ന ആ റേറ്റ് പറയുന്നത് സ്ട്രെയിറ്റ് വ്യൂ എന്നാണ്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ആ ലൈന് പറയുന്നത് സ്ട്രെയിറ്റ് വ്യൂ. ഇനി ഇതിന്റെ മുകളറ്റം കാണണമെങ്കിലോ, മുകളറ്റം കാണണമെങ്കിൽ നമ്മൾ തല അല്പം ഇങ്ങനെ മുകളിലേക്ക് ചരിക്കേണ്ടി വരും, അല്ലേ? അപ്പൊ അങ്ങനെ ചരിക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ മുകളിലേക്ക് മുകളറ്റം കാണണമെങ്കിൽ ഇതിങ്ങനെ ഈ മുകളിലേക്ക് ഇങ്ങനെ തല അല്പം ചരിക്കേണ്ടി വരും. ഒരു പർട്ടിക്കുലർ ആംഗിളിൽ തല ചരിച്ച് മുകളിൽ എത്തുമ്പോൾ ഇതിന്റെ ടോപ്പ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നോക്കിക്കേ, ഇത് നേരെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് സ്ട്രെയിറ്റ് വ്യൂ. ഇത് മുകളറ്റം കാണാൻ വേണ്ടിയിട്ട് തല തിരിച്ചു നോക്കുമ്പോൾ കാണുന്ന, അതായത് ഇത് റേസ്ഡ് വ്യൂ എന്ന് പറയും. തല അല്പം ഉയർത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ റേസ്ഡ് വ്യൂ, ഇത് സ്ട്രെയിറ്റ് വ്യൂ. ഇതിന് രണ്ടിന് ഇടയ്ക്കുള്ള ആംഗിളിൽ നമ്മൾ പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ എന്നാണ്. അതായത് സ്ട്രെയിറ്റ് വ്യൂവിനും റേസ്ഡ് വ്യൂവിനും ഇടയ്ക്കുള്ള ആംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. മേൽക്കോൺ എന്ന് പറയും ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ നേരെ നോക്കുമ്പോൾ കാണുന്ന സ്ട്രെയിറ്റ് വ്യൂ, തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്ന റേസ്ഡ് വ്യൂ, അതിന് രണ്ടിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ, അതായത് മേൽക്കോൺ. ഈ ആംഗിള് നമുക്ക് അറിയാമെങ്കിൽ ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് നമുക്ക് മെഷർ ചെയ്യാലോ, അല്ലേ? അപ്പൊ നോക്കിയേ, അപ്പൊ ദി ആംഗിൾ ബിറ്റ്വീൻ സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് റേസ്ഡ് വ്യൂ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി നമുക്കത് ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. അപ്പൊ അത് ഒരു പ്രോബ്ലം. A boy 1.5 meter tall standing 10 meter away from the foot of the tree sees its top at an angle of elevation 42 degree. Find the height. അപ്പോൾ ഈ ആംഗിൾ 42 ഡിഗ്രി ആണ്. ആള് നിൽക്കുന്നത് എത്ര അകലെയാണ്? 10 മീറ്റർ അവേ. മരത്തിന്റെ ചൂട്ടിൽ നിന്ന് 10 മീറ്റർ അകലെ. ഇത് 10 മീറ്റർ ആണ്. അതുപോലെ ആളുടെ ഹൈറ്റ് 1.5 മീറ്റർ. അപ്പൊ ഈ ഡിസ്റ്റൻസ് 1.5 മീറ്റർ ആകുമ്പോൾ ഇത് 1.5 മീറ്റർ ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഞാൻ എച്ച് എന്ന് എടുത്താൽ അതിന്റെ, അതായത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണിത്. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം 10 മീറ്റർ. അതായത് തെങ്ങ് അവിടെ നിൽപ്പുണ്ട്. തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് 10 മീറ്റർ അകലെ മാറിയാണ് കുട്ടി നിൽക്കുന്നത്. കുട്ടിയുടെ ഹൈറ്റ് ആണ് 1.5. അപ്പൊ ഇത് 1.5 ആണ്, ഇതും 1.5 ആണ്. ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട് നമുക്ക് 42 ഡിഗ്രി ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാണ് ഈ എച്ച് എന്ന് പറയും, ഇത്രയും. അപ്പൊ ആ എച്ചിന്റെ കൂടെ ഈ 1.5 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഹൈറ്റ് ഓഫ് ദി ട്രീ കിട്ടുക. അപ്പൊ നോക്കിയേ, ഓപ്പോസിറ്റ് സൈഡ് എച്ച്, അഡ്ജസന്റ് സൈഡ് 10. അപ്പൊ ഓപ്പോസിറ്റും അഡ്ജസന്റും കണക്ട് ചെയ്യുന്ന റേഷ്യോ ഏതാണ്? ടാൻ. അപ്പൊ ടാൻ 42 ഈസ് ഈക്വൽ ടു എച്ച് ബൈ 10. അപ്പൊ എച്ച് എന്ത് വരും? ഡിവൈഡഡ് ബൈ 10 ഇപ്പോഴത്തെ വരുമ്പോൾ മൾട്ടിപ്ലൈ ബൈ വരും. അപ്പൊ 10 ഇൻറ്റു ടാൻ 42. അപ്പൊ 10 ഇൻറ്റു ടാൻ 42ന്റെ വാല്യൂ നമുക്കറിയാം 0.9004 ടേബിളിൽ നിന്ന് കിട്ടും. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ഡെസിമൽ പ്ലേസ് വലത്തേക്ക് മാറ്റും. അപ്പൊ 9.004 മീറ്റർ, അതായത് അപ്രോക്സിമേറ്റ്ലി 9 മീറ്റർ ആയിരിക്കും. ഏത്? ഈ ഹൈറ്റ്, ഏത്? എച്ച് മാത്രം. ഇത്രയും നമുക്ക് ഹൈറ്റ് ഓഫ് ദി ട്രീ കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ദി ട്രീ ആണെങ്കിലോ ഈ ഹൈറ്റിന്റെ കൂടെ 1.5 കൂടി കൂട്ടും. അപ്പോൾ 9.004ന്റെ കൂടെ 1.5 ആഡ് ചെയ്യുമ്പോൾ 10.504. അത് അപ്രോക്സിമേറ്റ്ലി 10.50 മീറ്റർ, അതായത് 10.5 മീറ്റർ ഉയരമുണ്ടാവും തെങ്ങിന്. ക്ലിയറായി പറഞ്ഞത്? അപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് അകലെ മാറി നിന്ന് നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഹൈറ്റ് ഓഫ് ദി ട്രീ കണ്ടുപിടിക്കാൻ കഴിയും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേറെ ഒരു ചോദ്യം. എന്താ,
A man 1.7 meter tall is standing some distance away from the foot of the building of height 21.7 meter, sees it stop at an elevation of 25 degree. How far away is he from the foot of the building? അപ്പോൾ ഇവിടെ ഹൈറ്റ് അറിയാം, എന്താ പറയാൻ പോലത്തെ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ആദ്യം എന്താ വേണ്ടത്? ഹൊറിസോണ്ടൽ ഗ്രൗണ്ടിൽ എത്തണ്ട്. എ മാൻ ഈസ് 1.7 meter tall is standing some distance away from the foot of the building. അപ്പോൾ ബിൽഡിംഗ് ഇതാന്ന് വിചാരിക്കുക. ആ ബിൽഡിങ്ങിന്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് അകലെ മാറി ഒരാൾ നിൽക്കുന്നു. ആളുടെ ഹൈറ്റ് ആണ് 1.7. അപ്പോൾ ഇതും 1.7. ഇനി ആൾ ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന പോയിന്റ് ഇത് തല ഉയർത്തിയ റേസ്ഡ് വ്യൂ എന്ന് പറഞ്ഞ ഇതിന്റെ ടോപ്പ് കാണുന്നത് എത്ര ഡിഗ്രി ആംഗിളിലാണ്? ആംഗിൾ ഓഫ് എലിവേഷൻ 25 ഡിഗ്രി. ഓക്കെ, അപ്പോ അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും AC 20 ആണെന്നറിയാം. 20 കിട്ടാൻ കാരണം എന്താ? ഇത്രയാണ് 20, അതായത് 21.7. ഈ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് 21.7 ആണ്. ആളുടെ ഹൈറ്റ് 1.7 ആണ്. അത് കുറച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള 20 കിട്ടും. അതായത് നമ്മൾ ഈ ട്രയാംഗിളിലെ മെഷേഴ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 20 ആണ്. അഡ്ജസന്റ് സൈഡാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആള് എത്ര അകലെയാണ് നിൽക്കുന്നത്. അപ്പൊ അത് നോക്കുക, ഒരു വര കൊണ്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, അതിലൊരു ബിൽഡിങ്ങിന് ഒരു വര കൊണ്ട് സൂചിപ്പിച്ചു. എന്നിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ആളുടെ ഹൈറ്റ് 1.7, ഇവിടെയും 1.7. അപ്പോൾ നേരെ നോട്ടം, അതായത് സ്ട്രെയിറ്റ് വ്യൂ വരച്ചു, റേസ്ഡ് വ്യൂ വരച്ചു. അതിന്റെ ആംഗിൾ 25 ആണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത്രയും 21.7 ആണ്. ആളുടെ ഹൈറ്റ് 1.7 ആണ്. അപ്പോൾ 21.7 നിന്ന് 1.7 കുറച്ച് ഇത് 20. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു എളുപ്പവഴി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഡിവിഷൻ ആയിട്ട് വരും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് ആംഗിൾ മാറ്റിയെടുക്കുക. ഇത് 25 ആണെങ്കിൽ ഇത് 65 വരും. 90 - 25 65. അപ്പൊ ഇത് എടുത്താൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണിത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണമാവും, അഡ്ജസന്റ് സൈഡ് അറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡ് ഏതാണ്? ടാൻ. അപ്പൊ ടാൻ 65. 25 എടുക്കാത്തതിന്റെ കാരണം മനസ്സിലായോ? 25 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസന്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ ഡിവിഷൻ വരും. 65 എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ ടാൻ 65 BC / AC. അപ്പൊ ടാൻ 65 എന്ന് പറഞ്ഞാൽ BC / 20. അപ്പോൾ BC എന്ന് പറയുന്നത് 20 × ടാൻ 65 ഡിവൈഡ് ചെയ്യാന്നുള്ള 20 ഇപ്പോഴത്തെ വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാന്നാവും. അപ്പോൾ 20 × ടാൻ 65ന്റെ വാല്യൂ ടേബിളിൽ നമുക്ക് കിട്ടും 2.1445. അപ്പോൾ 42.89 എന്ന് പറയുന്നതാണ് BC. BC എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ബിൽഡിംഗ് ആൻഡ് ദി മാൻ സ്റ്റാൻഡിങ്, അല്ലേ? അപ്പോ കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്ന് ആള് 42.89 മീറ്റർ അകലെയാണ്. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, വേറൊരു ചോദ്യം കൂടി. When the sun is at an elevation of 30 degree, the length of the shadow of a tree, a tower is 21 meter. What is the height of the tower? ഒരു ടവർ, ആ ടവറിന്റെ ഷാഡോയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. എപ്പോഴാന്ന് പറഞ്ഞേക്കണേ? when the sun is at an elevation 30 degree. 30 degree എലിവേഷനിൽ സൺറൈസ് ചെരിഞ്ഞു പതിക്കുമ്പോൾ ലെങ്ത് ഓഫ് ദി ഷാഡോ 21 മീറ്റർ ആണ്. ടവറിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കൊരു റഫ് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. നോക്കുക, ഇതാണ് ടവർ എന്ന് വിചാരിക്കുക. അപ്പോ ടവറിന്റെ നിഴലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത് സണ്ണാണ്. ഈ സൺറൈസ് ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ടവർ കാരണം ടവറിനകത്ത് ഇത് ടവറിൽ പതിക്കുന്ന സൺറൈസ് ഒക്കെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോരും. ടവറിന്റെ മുകളിലൂടെ പോകുന്ന ഈ സൺറൈസ് അവിടെ ചെന്ന് പതിക്കും. അപ്പൊ ഇത്രയും ഭാഗത്ത് ലൈറ്റ് വീഴുന്നില്ല. അപ്പൊ ലൈറ്റ് വീഴാത്ത ഈ ഭാഗമാണ് ഈ ടവറിന്റെ ഷാഡോ എന്ന് പറയുന്നത്. ഈ ലെങ്ത് ആണ് എത്ര വന്നിരിക്കുന്നത്? 21 മീറ്റർ. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദിസ് ഹൊറിസോണ്ടൽ ആൻഡ് റേസ്ഡ് വ്യൂ എന്നുള്ള അതേ കേസ് തന്നെ. ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അത് 30 ഡിഗ്രി ആണ്. ഇത് 21 മീറ്റർ ആണ്. H ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയ പറഞ്ഞത്? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഇങ്ങനെ സൺറൈസ് പതിക്കുന്ന ഗ്രൗണ്ടുമായിട്ട് സൺറൈസിന് ഉണ്ടാകുന്ന ആംഗിൾ, അതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അതുപോലെ തന്നെ ഇവിടെ
ഷാഡോ ഉണ്ടാകുന്ന എങ്ങനെയാന്ന് പറഞ്ഞു. നീ ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, അഡ്ജസന്റ് സൈഡ് അറിയാം. ഏത് റേഷ്യോ? tan. ഓക്കെ, tan 30. tan 30 is equal to h by opposite side by adjacent side. അപ്പോൾ h by 21. അപ്പോൾ h is equal to 21 into tan 30 divided by 21. അങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനാവും. അതുപോലെ tan 30യുടെ വാല്യൂ നമുക്കറിയാം 1/√3. അപ്പോൾ 21 into 1/√3, അതായത് 21/√3. 21/√3 എന്ന് പറഞ്ഞാൽ മുകളിലും താഴെ √3 കൊണ്ട് ഗുണിക്കാം അല്ലെ. 21/√3 സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ഡിനോമിനേറ്ററിൽ √3 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. അപ്പോൾ 21√3/√3 into √3. ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആണ് മൾട്ടിപ്ലൈ വിത്ത് √3. അപ്പോൾ 21√3/√3 into √3 എന്ന് പറഞ്ഞാൽ 3 ആവും. അപ്പോൾ 21/3 എന്ന് പറഞ്ഞാൽ 7 ആണെന്നറിയാം. അപ്പോൾ 7√3 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് അല്ലെങ്കിൽ ടവർ. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ ടവറിന്റെ ഹൈറ്റ് 7√3. √3യുടെ വാല്യൂ 1.732. 7 into 1.732 വേണമെങ്കിൽ മൾട്ടിപ്ലൈ ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ 7√3 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദി ടവർ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഈ ടവറിന്റെ ഹൈറ്റും അതുപോലെ മരത്തിന്റെ ഹൈറ്റും ഒക്കെ കാണുന്ന രീതിയിലുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.